നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഉമ്മൻചാണ്ടിയില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ്. എന്നാൽ ഇക്കുറി തെരഞ്ഞെടുപ്പിൽ നിറഞ്ഞു നിന്നത് ചാണ്ടി ഉമ്മൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചാണ്ടി ഉമ്മൻ ഒരു വിസ്മയമായി മാറി. ഇന്നിതാ പ്രതിഷേധ സൂചകമായി കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് വോട്ട് ചെയ്യാനെത്തിയിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. തൻ്റെ പിതാവ് ഉമ്മൻചാണ്ടിയെ ഈ സർക്കാർ ഏറെ വേട്ടയാടിയെന്നും ഇന്ന് തനിക്ക് ഏറ്റവും വേദനയുള്ള ദിവസമാണെന്നും ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പണിതീരാത്ത മിനി സിവിൽ സ്റ്റേഷൻ ഉമ്മൻചാണ്ടിയുടെ പേരിട്ടു. ഇങ്ങനെ തങ്ങളെ അപമാനിക്കണോ എന്നാണ് ചാണ്ടി ഉമ്മന്റെ ചോദ്യം. പുതുപ്പള്ളിയും കേരളവും ഇടതുപക്ഷ സർക്കാരിനെതിരെ വോട്ട് രേഖപ്പെടുത്തുന്ന ദിവസമാണിന്ന്. പല പ്രതിഷേധങ്ങളുമുണ്ട്. എൻ്റെ പിതാവിനെ അന്യായമായി 9 വർഷക്കാലം വേട്ടയാടി. സർക്കാർ എൻ്റെ പിതാവ് ഉമ്മൻചാണ്ടിയെ വേട്ടയാടി എന്ന് മാത്രമല്ല, അതിന് നേതൃത്വം നൽകിയവരെ സംരക്ഷിച്ചു. അതിനെതിരായ പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ ഉയരുന്നത്. ഒരു സംശയവും വേണ്ട. പുതുപ്പള്ളിയുടെ മനസ്സിൽ കേരളത്തിൻ്റെ മനസ്സിലേറ്റ മുറിവാണത്. ആ വേട്ടയാടൽ ഞങ്ങൾക്ക് നേരെ ഇപ്പോഴും തുടരുന്നു. പുതുപ്പള്ളിയോടും ആ വൈരാഗ്യം പുലർത്തുന്നു. വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് തരാതെ ഞങ്ങൾ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. അതിനുള്ള പ്രതിഷേധം കൂടിയാണിത്. ഇല്ലാത്ത കഥകളുണ്ടാക്കി 3 വർഷക്കാലം വേട്ട, അതിനുശേഷം CBI അന്വേഷണം. എങ്ങനെയൊക്കെ വേട്ടയാടാമോ അങ്ങനെയൊക്കെ അവർ ചെയ്തു. ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും വേദനയുള്ള ദിവസം. ചാണ്ടി ഉമ്മൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ആ കൊടൂര വേട്ടയെക്കുറിച്ച്. ഒരു പതിറ്റാണ്ടിന് പിന്നിലേക്ക് നമ്മുടെ ഓർമ്മകളെ കൂട്ടിക്കൊണ്ടുപോവുക. UDF മന്ത്രിസഭയുടെ കാലത്ത് അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്നു വന്ന സോളാർ ആരോപണത്തിന് പിന്നിൽ കരുക്കൾ നീക്കിയത് അന്ന് സ്വന്തം മുന്നണിയിലെ ചില രാഷ്ട്രീയ ശത്രുക്കളും ഒത്തുചേർന്ന്. എന്നാൽ സോളാർ നായികയെ പിന്നീട് സ്പോൺസർ ചെയ്തുകൊണ്ട് ചില ഇടതുപക്ഷ നേതാക്കൾ രഹസ്യമായി കരുക്കൾ നീക്കി. ഇപ്പോൾ പൂഞ്ഞാറിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PC ജോർജ് അടക്കം അന്ന് ഉമ്മൻചാണ്ടിയെ അതിക്രൂരമായി വേട്ടയാടി. ജയിലിൽ വെച്ച് സരിത എഴുതിയ 4 പേജ് അധിക കത്ത്. ആ കത്തിനു പിന്നിൽ ഗണേഷ് കുമാറിൻ്റെ കരുനീക്കങ്ങളായിരുന്നുവെന്ന് ഇപ്പോൾ കേരളം തിരിച്ചറിയുന്നു. CBI തന്നെയാണ് 4 പേജ് അധികമായി എഴുതി ചേർത്തതാണ് ഇന്ന് കണ്ടെത്തിയത്. തുടർന്ന് കൊട്ടാരക്കര കോടതിയിൽ ഇപ്പോഴും ആ കേസ് തുടരുന്നു. ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അടക്കം പലരും സത്യം തുറന്നു പറഞ്ഞു കോടതിയിൽ. ഉമ്മൻചാണ്ടിയെ അന്യായമായി വേട്ടയാടുന്നു എന്ന് കുടുംബത്തിൽ കണ്ടു നിറഞ്ഞ് ബാലകൃഷ്ണപിള്ള പോലും ഉഷ മോഹൻദാസിനോട് പറഞ്ഞ കാര്യം ഉഷ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ആ കൊടിയ വേട്ടയാടലിന് നേതൃത്വം നൽകിയ ഗണേഷ് കുമാറിനെ ഇപ്പോഴും സംരക്ഷിച്ച് നിർത്തുകയാണ് ഇടതുപക്ഷം. പത്തനാപുരം മണ്ഡലത്തിലും സമാനമായ വികാരം ആളിക്കത്തുന്നു. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ നെടുനായകത്വം ഉമ്മൻചാണ്ടി എന്ന ആ മരിച്ചുപോയ വലിയ നേതാവിന്. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന് മാത്രമേ ഇത്തരം ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ. ഇക്കുറി തൻ്റെ പ്രചരണത്തിന് ഫ്ലെക്സും പോസ്റ്ററുകളുമൊന്നും വേണ്ട എന്ന തീരുമാനത്തിലെത്തി ചാണ്ടി ഉമ്മൻ. പ്രചരണ വാഹനവും വേണ്ട. പകരം ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം താൻ നടന്ന ആ സൈക്കിൾ, ഒരു സൈക്കിളുമെടുത്ത് മണ്ഡലത്തിൻ്റെ ഇങ്ങേ അതിര് മുതൽ അങ്ങേ അറ്റത്തേക്ക് ചാണ്ടി ഉമ്മൻ യാത്ര പുറപ്പെട്ടു. പിന്നീട് ജനസഞ്ചയം ആ സൈക്കിൾ യാത്രയുടെ പിന്നാലെ ഒഴുകിയെത്തുന്ന കാഴ്ച കേരളത്തെ അത്ഭുതപ്പെടുത്തി. ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കണമെങ്കിൽ പണത്തിൻ്റെ ആർഭാടം വേണ്ട. ഫ്ലെക്സുകളും പോസ്റ്ററുകളും കൊണ്ട് മണ്ഡലം നിറയ്ക്കേണ്ട ഇന്ന് കേരളത്തിന് കാട്ടിക്കൊടുത്ത മാതൃകയായി ചാണ്ടി ഉമ്മൻ. ചാണ്ടി ഉമ്മൻ്റെ ഈ വലിയ മാതൃക രാഹുൽ ഗാന്ധിയെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പ്രചരണത്തിന് കേരളത്തിലെത്തിയപ്പോൾ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനൊപ്പം ഒരു സൈക്കിൾ യാത്ര. പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടി സൈക്കിളിൽ പ്രചരണം നടത്തുന്ന വിവരം അറിഞ്ഞ് മുംബൈയിൽ നിന്ന് ചാണ്ടി ഉമ്മൻ്റെ ഒരു സുഹൃത്ത് പുറപ്പെട്ടു, നിതിൻ ഗൺപത്. പുതുപ്പള്ളിയിലേക്കുള്ള ദൂരം 1400 കിലോമീറ്റർ. ഹൃദയത്തിൽ പതിച്ച സൗഹൃദമാണ് ചാണ്ടി ഉമ്മനും തനിക്കുമിടയിൽ എന്ന അദ്ദേഹം. അതുകൊണ്ട് തന്നെ മുംബൈയിൽ നിന്ന് സൈക്കിളിൽ പുതുപ്പള്ളിയിലെത്തി ചാണ്ടി ഉമ്മനൊപ്പം അദ്ദേഹവും ചേർന്നു. രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയിലാണ് ചാണ്ടി ഉമ്മനും നിതിനും പരിചിതരായത്. മുംബൈയിലെ ചർച്ച് ഗേറ്റിൽ നിന്നും തൻ്റെ പ്രിയപ്പെട്ട സൈക്കിളിൽ ഒരേ ഒരു ലക്ഷ്യവുമായി അദ്ദേഹം പുറപ്പെട്ടു. ഒടുവിൽ പുതുപ്പള്ളിയിലെത്തി ചാണ്ടി ഉമ്മനെ വാരിപ്പുണർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ആവേശം പകർന്ന് രാഹുൽ ഗാന്ധി കൂടി ആ സൈക്കിൾ യാത്രയ്ക്കൊപ്പം ചേർന്നപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് അതൊരാവേശമായി. UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനും രാഹുൽ ഗാന്ധിയും ഒന്നിച്ച് സൈക്കിൾ ചവിട്ടി വോട്ട് ചോദിക്കാനിറങ്ങി.
സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ മണ്ഡലത്തിലുടനീളം സൈക്കിളിൽ സഞ്ചരിച്ച് വോട്ട് അഭ്യർത്ഥിച്ചിരുന്ന ചാണ്ടി ഉമ്മനെ ഏറെ പ്രശംസിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധി കൂടി സൈക്കിളിൽ റോഡിലിറങ്ങിയതോടെ പുതുപ്പള്ളിയിലെ വീഥികളിൽ വലിയ പ്രവർത്തകരുടെ ആരവം. സാധാരണക്കാരായ വോട്ടറിലേക്ക് നേരിട്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ സൈക്കിളിൽ യാത്ര തുടങ്ങിയത് എന്നു ചാണ്ടി ഉമ്മൻ. തുറന്ന വാഹനങ്ങളിലെ റോഡ് ഷോകളിൽ നിന്നും വ്യത്യസ്തമായി ജനങ്ങൾക്കിടയിലൂടെ സൈക്കിൾ ചവിട്ടി നീങ്ങിയ ഈ നേതാക്കളെ കാണാൻ വഴിയോരങ്ങളിൽ ജനങ്ങൾ തടിച്ചുകൂടി. ചാണ്ടി ഉമ്മന്റെ പ്രചരണം ദേശീയ ശ്രദ്ധ ആകർഷിച്ചു. ഇക്കഴിഞ്ഞ 2 ദിവസമായി ചാണ്ടി ഉമ്മൻ വീണ്ടും പുതുപ്പള്ളി മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു. എന്നാൽ മറ്റൊരത്ഭുതം കൂടി പുതുപ്പള്ളിക്കാരുടെ മുന്നിൽ മറ്റൊരത്ഭുതത്തിനും ചാണ്ടി ഉമ്മൻ തയ്യാറായി. പുതുപ്പള്ളി മണ്ഡലത്തിൽ UDFന്റെ കൊട്ടിക്കലാശം ഒഴിവാക്കിയിരുന്നു ചാണ്ടി ഉമ്മൻ. വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനു വേണ്ടി നേരത്തെ മണ്ഡലത്തിൽ ഫ്ലെക്സുകൾ, ബാനറുകൾ, പോസ്റ്ററുകൾ എന്നിവ ചാണ്ടി ഉമ്മൻ ഒഴിവാക്കിയിരുന്നു. ചാണ്ടി ഉമ്മൻ ആകെ ഉണ്ടായിരുന്നത് ചുവരെഴുത്തുകൾ മാത്രം. ഇതിന്റെ തുടർച്ചയായി കൊട്ടിക്കലാശവും അദ്ദേഹം ഒഴിവാക്കി. എനിക്ക് വോട്ട് അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല, പാവങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വീട് വയ്ക്കാൻ സാധിച്ചാൽ അതാണ് തന്റെ നേട്ടമെന്ന് ചാണ്ടി ഉമ്മൻ പറയുന്നു. വീടില്ലാത്തവരുടെ വേദന തനിക്ക് മനസ്സിലാകും, അതെല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി 1 രൂപയെങ്കിലും മാറ്റിവെക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിജയം. ചാലക്കുടി, തൃപ്പൂണിത്തറ, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, തിരുവല്ല, ആറന്മുള, മാവേലിക്കര, കരുനാഗപ്പള്ളി, അമ്പലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ ചാണ്ടി ഉമ്മൻ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടർന്നിരുന്നു. മറ്റു സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മറ്റു മണ്ഡലങ്ങളിലേക്കും അദ്ദേഹം ഓടിയെത്തുന്ന കാഴ്ച ഇതുതന്നെയാണ് പുതുപ്പള്ളിക്കാർക്ക് പുതിയ വിസ്മയം. അതെ, ചാണ്ടി ഉമ്മൻ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ അതേ വഴിയെ ജനഹൃദയങ്ങൾ ആകർഷിക്കുന്ന നേതാവ്. എല്ലാറ്റിനുമൊടുവിൽ ഇന്ന് പോളിംഗ് ബൂത്തിലെത്തി കേരളത്തെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.